ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ചക്കടേൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചക്കയുടെ ഒക്കെ നല്ല അവൈലബിൾ ആയിട്ടുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റാവുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ചക്കൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കൊക്കെ മുറിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചക്കൻ്റെ ചോളമൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 ചക്കൻ്റെ ചോളോളം ഉണ്ടാവും. അതിൽ കുരു ഒഴിവാക്കിയിട്ട് നമുക്കത് റെഡിയാക്കാം. അങ്ങനെ എല്ലാതും ഞാൻ കുരു പോക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ ചക്കൻ്റെ നമ്മൾ മുറിച്ച് വെച്ച ഈ പീസസൊക്കെ നമുക്ക് അതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ കൂടുതൽ തിക്കുവാക്കാനായിട്ട് പാടില്ല. ഇനി അടുത്തത് പഞ്ചസാര ചേർക്കണം. ഞാൻ പഞ്ചസാര ചേർക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് പോലെ ഈ ചെയ്തെടുത്ത ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് നുള്ളുപ്പ്, കൂടി പോരുത്, എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മളിതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തോളാം. വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ബാറ്ററിൽ കിട്ടില്ല. ഇനി ഞാൻ തേങ്ങയും ജീരകം പിന്നെ ഏലക്കായ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊടിച്ചത് നമുക്ക് ഈ തേങ്ങയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അടുത്തത് ഞാൻ വാഴേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതേപോലെ വാഴേൻ്റെ ഇല കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് പരത്തണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മാവ് അത് ഉരുട്ടി നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തേങ്ങയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മുടെ മാവ് വെച്ചു, നന്നായിട്ട് പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് റെഡിയാക്കി വെച്ചത് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് അതിന് മേലെ ഒന്നും കൂടെ പ്രസ് ചെയ്യണം. ഇങ്ങനെ എല്ലാതും ട്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലീൻ്റെ ചെമ്പാണ് എടുക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ഈ ഒരു അട നമുക്കിതിൽ എല്ലാതും വെച്ച് കൊടുക്കാം. എല്ലാതും വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, എല്ലാതും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളിത് 10 മിനിറ്റാണ് ഇത് തയ്യാറാക്കാൻ എടുക്കുന്ന സമയം വരുന്നത്. വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്കിതിൽ ഏതെങ്കിലും ഒന്നൊന്ന് പൊളിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ചൂടിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിതൊന്ന് നോക്കാം. വാവ്, നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.